നമ്മൾ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അതായത് ഇൻകം ടാക്സിന്റെ ചാർജിങ് സെക്ഷൻ. അതായത് ഏതൊരു ആക്ട് ആണെങ്കിലും അതിലൊരു ചാർജിങ് സെക്ഷൻ ഉണ്ടാവും. അതായത് എപ്പോഴാണ് ഈ ടാക്സ് കളക്ട് ചെയ്യേണ്ടത്, അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇൻകം ടാക്സ് എല്ലാവരും അടയ്ക്കുന്നില്ല. ഇപ്പൊ കൂടുതൽ വരുമാനമുള്ളവർ അടയ്ക്കണോ, അല്ലെങ്കിൽ ഒരു പരിധിയിൽ അധികം എമൗണ്ട് ഉള്ളവർ അടയ്ക്കണോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റൂൾസ് എന്തൊക്കെയാണ്, അതറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. ആ ഒരു സെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ചാർജിങ് സെക്ഷൻ, അതായത് സെക്ഷൻ 4 ആണ്. ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ of a person is charged to tax in the immediately following assessment year. അപ്പൊ അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകളും അതിന് പുറമെ പേഴ്സൺ എന്നുള്ള വാക്കും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇൻകം എന്ന് വെച്ചാൽ എന്താണ്, പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്, പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്, അസസ്മെന്റ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്. ഇത് നാലും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു സെന്റൻസിന്റെ മീനിങ് നമുക്ക് ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു സെക്ഷൻ ഇതാണ് ചാർജിങ് സെക്ഷൻ. ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുമ്പോഴാണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇൻകം ടാക്സ് ആക്ടിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന ടേംസിന്റെ ഒക്കെ മീനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് കലണ്ടർ ഇയർ എന്താ എന്ന് അറിയുന്നുണ്ടാവും. കലണ്ടർ ഇയർ എന്താ? ജാനുവരി ടു ഡിസംബർ, ജാനുവരി 1 to ഡിസംബർ 31 വരെയുള്ള ഒരു പീരീഡ്. ആ ഒരു പീരീഡ് ഓഫ് 12 monthsനെയാണ് നമ്മൾ കലണ്ടർ ഇയർ എന്ന് പറയുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ പർപ്പസസിന് വേണ്ടി ഫോളോ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങി മാർച്ച് 31 വരെയുള്ള ആ ഒരു 12 monthsനെയാണ് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് ഒരു പ്രീവിയസ് ഇയർ ആയിട്ടും ഒരു അസസ്മെന്റ് ഇയർ ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അസസ്മെന്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞുതരാം. നിലവിൽ ഫിനാൻഷ്യൽ ഇയർ എന്താന്നുള്ളത് ക്ലിയർ ആക്കൂ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് 12 months ബിഗിനിങ് ഫ്രം the 1st of April and ending on 31st March of the next year, അല്ലെ? അപ്പൊ കലണ്ടർ ഇയർ നോക്കുകയാണെങ്കിൽ 2 കലണ്ടർ ഇയറിലായിട്ടാണ് ഏപ്രിലും മാർച്ചും പെടുന്നുണ്ടാവുക. ഒരു ഏപ്രിൽ 1-ാം തീയതി തുടങ്ങുന്നു, ഒരു വർഷത്തിന്റെ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങുന്നു, അടുത്ത കലണ്ടർ ഇയറിലെ മാർച്ച് 31-ന് ആ ഇയർ അവസാനിക്കുന്നു. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ഇയർ എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ എന്താന്ന് പഠിക്കാം. സെക്ഷൻ 3-ലാണ് പ്രീവിയസ് ഇയർ എന്താന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇൻകം ഏൺ ചെയ്യുന്ന ഇയറിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നു. ഇപ്പോ ഏപ്രിൽ 1, 2024 മുതൽ 31st March 2025 വരെ ഞാൻ ഇൻകം ഏൺ ചെയ്യുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു പ്രീവിയസ് ഇയർ ആണ്. ഈ പ്രീവിയസ് ഇയറിൽ ഞാൻ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ഈ വർഷം ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ഞാൻ അടുത്ത വർഷമാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അല്ലാതെ മാസം കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഡെയിലി പോയിട്ടൊന്നും ഞാൻ ടാക്സ് അടയ്ക്കണ്ട. ഒരു വർഷം ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അടുത്ത വർഷം, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഒരു ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഏത് ഇയറിലാണോ ആ ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നത് അതിനെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഓരോ ഫിനാൻഷ്യൽ ഇയറും ഒരു പ്രീവിയസ് ഇയറും ആണ്, ഒരു അസസ്മെന്റ് ഇയറും ആണ്. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു 12 months ആണെന്ന് പറഞ്ഞു. ഈ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഈ ഒരു 12 monthsൽ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രീവിയസ് ഇയർ ആണ്. ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. ആ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിനെ നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നു. കാരണം ആ ഇയറിലാണ് നമ്മുടെ ഇൻകം അസസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ സത്യത്തില് ഓരോ ഇയറും ഒരു പ്രീവിയസ് ഇയറും ആയിരിക്കും, ഒരു അസസ്മെന്റ് ഇയറും ആയിരിക്കും. നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 24-25 ആണ്. അതായത് ഏപ്രിൽ 1, 2024 to 31st March 2025. ഇതാണ് നമുക്ക് എക്സാംസിന് റെലവെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയറോ 25-26 ആണ്. അതായത് ഏപ്രിൽ 1, 2024 മുതൽ 31st March 2025 വരെ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിന് ഏപ്രിൽ 25 മുതൽ മാർച്ച് 2026 വരെയുള്ള പീരീഡിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ആ അസസ്മെന്റ് ഇയർ എന്ന് നമ്മൾ വിളിക്കുന്നു.
അതേസമയം നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു പ്രീവിയസ് ഇയർ വേറൊരു വർഷത്തിന്റെ അസസ്മെന്റ് ഇയർ ആണ് അല്ലെ. ഇപ്പൊ പ്രീവിയസ് ഇയർ 23-24 അസസ്മെന്റ് ഇയർ ആയിരിക്കും 24-25 എന്ന് പറയുന്നത്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഓരോ ഫിനാൻഷ്യൽ ഇയറും ഒരു പ്രീവിയസ് ഇയറും ആണ്, ഒരു അസസ്മെന്റ് ഇയറുമാണ്. അപ്പൊ ഇൻകം ഏത് വർഷമാണോ നമ്മൾ ഏൺ ചെയ്യുന്നത് ആ ഇയറിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നു. ഏത് വർഷമാണ് ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നത് ആ ഇയറിനെ അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നു. അപ്പൊ അസസ്മെന്റ് ഇയറും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അസസ്മെന്റ് ഇയർ മീൻസ് the period of 12 months commencing on the first day of April every year. It is the year in which income earned in the previous year is charged to tax. ഏത് വർഷമാണ് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് ആ ഇയറിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 12 months ആണ്. പ്രീവിയസ് ഇയർ കഴിഞ്ഞു വരുന്ന ഇയർ ആണ് അസസ്മെന്റ് ഇയർ. ഇൻകം അസസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ടാക്സ് ചെയ്യപ്പെടുന്ന ഇയറിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ക്ലിയർ ആയിട്ടുണ്ടാവും. നോർമലി പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് ചെയ്യപ്പെടാറ് അല്ലെ. നോർമലി പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് ചെയ്യപ്പെടാറ്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ പ്രീവിയസ് ഇയറിലെ ഇൻകം അതേ വർഷം തന്നെ ടാക്സ് ചെയ്യണം, അല്ലാതെ അസസ്മെന്റ് ഇയറിൽ വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ചില എക്സെപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 5 പോയിന്റ്സേ ഉള്ളൂ, അതങ്ങനെ പഠിച്ചു വെക്കുക. ഒന്നാമത്തത് ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് അസസി ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. അപ്പൊ റെസിഡന്റ് ആരാ നോൺ റെസിഡന്റ് ആരാന്നുള്ളത് നമുക്ക് ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ മനസ്സിലാവും. നിലവിൽ നോൺ റെസിഡന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഒരാളല്ല എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാള് ഒരു ഷിപ്പിംഗ് ബിസിനസ്സിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ കപ്പലിലെ സാധനങ്ങളും കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്ഥിരമായിട്ട് ഒരു ലൊക്കേഷൻ ഒന്നും ഉണ്ടാവണം, ഇന്ത്യയിലും വരും, വേറെ സ്ഥലങ്ങളിലും ഒക്കെ പോകും. അപ്പൊ ഒരു ഷിപ്പിംഗ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഇന്ത്യയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ അതിനുള്ള ടാക്സ് അപ്പൊ തന്നെ അടച്ചിട്ട് പോകണം. ആ പറയുന്നത് ന്യായമാണല്ലോ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ചിലപ്പോ ഈ ഷിപ്പ് ഇന്ന് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി തിരിച്ചിങ്ങോട്ട് വരുന്നത് 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ടാക്സ് അടുത്ത വർഷം വേണമെന്ന് അവരോട് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ പിന്നെ അടുത്ത വർഷം ഇവിടെ വരില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പൊ തന്നെ ടാക്സ് അടപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടി. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവര് ഇപ്പൊ തന്നെ ടാക്സ് തരണം എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് അസസി ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. അപ്പൊ ഒരു നോൺ റെസിഡന്റ് അസസി ആണെങ്കിൽ അവർ ഷിപ്പിംഗ് ബിസിനസ് എന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ടാക്സ് അതേ വർഷം തന്നെ അടയ്ക്കണം, അല്ലാതെ അവർക്ക് അസസ്മെന്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമതായിട്ട് ഇൻകം ഓഫ് എ പേഴ്സൺ who is leaving India either permanently or for a long period. നമ്മൾ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു, പക്ഷെ നമ്മളിപ്പോ എന്തായാലും ഇന്ത്യ വിട്ട് പോവാണ്, വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ജോലിയോ അങ്ങനെ എന്തെങ്കിലും ശരിയായിട്ട് നമ്മൾ ഇന്ത്യ വിട്ട് പോവാണ്. either for a long period, ഒന്നോ ഒരുപാട് കാലത്തേക്ക്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരണില്ല എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ, ഇനി നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ലല്ലോ, അപ്പൊ അടുത്ത വർഷം നമുക്കത് ടാക്സ് അടയ്ക്കണമെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പൊ തന്നെ ടാക്സ് അടച്ചിട്ട് വേണം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവാൻ. മൂന്നാമതായിട്ട് ഇൻകം ഓഫ് ബോഡീസ് ഫോംഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. ബോഡീസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സണോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ അങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ബോഡീസ്, എന്താണ് AOP BOI എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞതും ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇൻകം ഓഫ് ബോഡീസ് ഫോംഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ, വളരെ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി ഫോം ചെയ്യുന്ന ബോഡീസ്, AOP BOI അങ്ങനെയുള്ളതൊക്കെ. അതായത് സേ ഫോർ എക്സാമ്പിൾ ഒരു ട്രേഡ് ഫെയർ നടത്താൻ വേണ്ടിയിട്ട് കുറെ പേര് ഒന്നിച്ചിട്ട് ഒരു അസോസിയേഷൻ പോലെ തുടങ്ങുന്നു, ഒരു മാസം ഒരു സ്ഥലത്ത് ഒരു ട്രേഡ് ഫെയർ നടത്തുന്നു, അത് കഴിഞ്ഞതും അത് അവസാനിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കുറഞ്ഞ കാലയളവിന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ടാവും, ഒരു അസോസിയേഷൻ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അടുത്ത വർഷം അങ്ങനെ ഒരു എൻറ്റിറ്റി ചിലപ്പോൾ നിലവിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അപ്പൊ തന്നെ ടാക്സ് അടയ്ക്കണം, അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നാലാമതായിട്ട് ഇൻകം ഓഫ് എ പേഴ്സൺ ഹു ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് ഒഴിവാക്കാനായിട്ട് അവരവരുടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരും അതാത് വർഷം തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പൊ നമ്മൾ ടാക്സ് ഒഴിവാക്കാനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കൈമാറുകയാണെങ്കിൽ നമ്മളായിട്ട് പോയി പറയാനൊന്നും ചാൻസസ് ഇല്ല അല്ലെ. നമ്മളായിട്ട് പോയി ഗവൺമെന്റിനോട് പറയോ ഞാനിങ്ങനെ എന്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ ടാക്സ് അടയ്ക്കണോ എന്നുള്ളത്
ഒരിക്കലും ഇല്ല. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് അറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അടപ്പിക്കുന്നതിലായിരിക്കും സാധ്യതകൾ കൂടുതൽ, അല്ലാതെ ആരും വോളണ്ടറി ആയിട്ട് ഇത് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇൻകം ഓഫ് എ പേഴ്സൺ ഹു ഇസ് ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ഗവൺമെന്റ് അറിയുമ്പോൾ അവരെ കൊണ്ട് അതാത് വർഷം അടപ്പിക്കും എന്നാവാനാണ് സാധ്യത. ഓക്കെ. പിന്നെ അഞ്ചാമതായിട്ട് ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. അതായത് ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇപ്പൊ മുതൽ ആ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മാർച്ച് 31 വരെ ഒന്നും വെയിറ്റ് ചെയ്യണമെന്നില്ലല്ലോ. അത് വർഷത്തിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴാണോ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് അതേ വർഷം തന്നെ അതിന്റെ ടാക്സും ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. കാരണം അടുത്ത വർഷം ഇങ്ങനെ ഒരു എൻറ്റിറ്റി ഇല്ല. അപ്പൊ ഈ 5 സിറ്റുവേഷൻസിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അതേ വർഷം തന്നെ ടാക്സ് അടയ്ക്കണം. അല്ലാതെ അടുത്ത വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻകം ഓഫ് നോൺ റെസിഡന്റ് അസസി ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, പിന്നെ പേഴ്സൺ ലിവിംഗ് ഇന്ത്യ ഐദർ പെർമനന്റ്ലി ഓർ ഫോർ ലോങ് പീരീഡ്, അല്ലെങ്കിൽ ഇൻകം ഓഫ് ബോഡീസ് ഫോംഡ് ഫോർ ദ ഷോർട്ട് ഡ്യൂറേഷൻ, പിന്നെ പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്, അതുപോലെ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഈ 5 സിറ്റുവേഷൻസ് പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് അസസി എന്നുള്ള ഒരു ടേമിന്റെ മീനിങ് ആണ്. ഇതൊരു മീനിങ് ആയിട്ടോ ഡെഫിനിഷൻ ആയിട്ടോ ഒന്നും അവര് ചോദിക്കണം എന്നില്ല. പക്ഷെ നമ്മളൊരു ഇത്രയും വലിയൊരു ആക്ട് പഠിക്കുകയല്ലേ, അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ഇതിന്റെ മീനിങ് എങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്തത്. കാരണം അസസി എന്നുള്ള വാക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പല സ്ഥലത്തും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു ടേം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അപ്പൊ എന്താണ് അസസി? Assessee means a person by whom any tax or any other sum of money is payable under this act, irrespective of the fact whether any proceeding under the act has been taken against him or not. അതായത് ഈ ഒരു ആക്ട് പ്രകാരം, അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു എമൗണ്ട്, എനി സം ഓഫ് മണി, എന്തെങ്കിലും ഒരു എമൗണ്ട് ഇൻകം ടാക്സിലേക്ക്, അതായത് ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ ബാധ്യതയുള്ള ഒരാളാണെങ്കിൽ അവര് അസസിയാണ്. ഇപ്പൊ എനിക്ക് ഇൻകം ഉണ്ട്, അത് ടാക്സബിൾ ആണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു അസസിയായി മാറി. അല്ലാതെ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊസീഡിങ് നടന്നിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. പ്രൊസീഡിങ് ഇൻ ദ സെൻസ് എനിക്കൊരു നോട്ടീസ് വരെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ടാക്സ് അടയ്ക്കണം എന്ന് പറയേ അങ്ങനെ ഒന്നും ഉണ്ടാവണം എന്നില്ല. ഞാൻ ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കാൻ ബാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ? എനിക്ക് ഈ നിയമം അറിയില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അപ്പൊ എനിക്ക് ഇൻകം ഉണ്ട്, ഞാൻ അതിന് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഞാൻ അടച്ചാലും അടച്ചില്ലെങ്കിലും, ഓക്കെ, ഞാൻ അടച്ചാലും അടച്ചില്ലെങ്കിലും എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊസീഡിങ് വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ലെങ്കിലും ഞാനൊരു അസസിയാണ്. പോയിന്റ് നമ്പർ 1 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, എവറി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹും എനി പ്രൊസീഡിങ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ for the assessment of his income or loss or the amount of refund due to him. ആദ്യത്തെ കേസിൽ നമുക്ക് പൈസ അടയ്ക്കാനുണ്ട്, പക്ഷെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊസീഡിംഗ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ കേസിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊസീഡിംഗ് നിലനിൽക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് അടയ്ക്കാനുണ്ടാവണമെന്ന് നിർബന്ധമില്ല. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു ദിവസം പോയിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10 lakhs ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്തായാലും എനിക്ക് നോട്ടീസ് വരും, നിങ്ങൾക്ക് എവിടെ നിന്നാണ് 10 lakhs കിട്ടിയത്, അതിന്റെ സോഴ്സ് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറയാണ് ഇത് എനിക്ക് എന്റെ പാരന്റ്സ് തന്നതാണ്, അവരുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി അവർ വിറ്റിട്ടുണ്ടായിരുന്നു, അതിന്റെ പൈസ എനിക്ക് തന്നത് ഞാൻ കൊണ്ടുപോയി ഇട്ടതാണ്. അങ്ങനെ എനിക്കൊരു സോഴ്സ് വ്യക്തമാക്കാൻ സാധിച്ചാൽ അത് ടാക്സബിൾ അല്ലെങ്കിൽ ഞാൻ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല. പക്ഷെ നിലവിൽ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നോട്ടീസ് വന്നു, പക്ഷെ എനിക്ക് അടയ്ക്കാനൊന്നുമില്ല, എങ്കിലും ഞാനൊരു അസസിയാണ്. അതായത് ടാക്സ് അടയ്ക്കാനുള്ളവർ മാത്രമല്ല അസസി, ടാക്സ് അടയ്ക്കാനുള്ളവർ എന്തായാലും അസസിയാണ്. ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊസീഡിംഗ് ഇനീഷ്യേറ്റഡ് ആണെങ്കിൽ അവരും അസസിയാണ്. ചിലപ്പോൾ അവർക്ക് അടയ്ക്കാനൊന്നുമേ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങോട്ട് തരാനായിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ അസസിയാണ്. മൂന്നാമതായിട്ട്, എ പേഴ്സൺ ഹു ഈസ് അസസബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓർ ലോസ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരാളുടെ ഇൻകം അല്ലെങ്കിൽ ലോസ് നമ്മുടെ കയ്യിലാണ് അസസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ നമ്മൾ ഒരു അസസിയാണ്. സേ ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ പ്രത്യേകിച്ച് വരുമാനമൊന്നുള്ള ഒരാളല്ല, ഞങ്ങളിപ്പോ കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. എൻ്റെ കുട്ടി, അതായത് 18 വയസ്സിൽ താഴെയുള്ള എൻ്റെ മകനോ മകളോ എന്തെങ്കിലും ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു വിചാരിക്കുക, ഒരു ലോട്ടറി അടിച്ചു. അപ്പൊ സ്വമേധയാ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കഴിവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇൻകം അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ളവരുടെ വരുമാനമൊക്കെ അവരുടെ പാരന്റ്സിന്റെ പേരിലാണ് ക്ലബ് ചെയ്യുക, ഫാദർ ഓർ മദർ. അതിനും ചില കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എൻ്റെ മകന് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ അസസ് ചെയ്യപ്പെടുകയാണെങ്കിൽ
ഞാൻ എഗെയിൻ ഒരു അസസിയായി മാറി. ആക്ച്വലി എനിക്കായിട്ട് ചിലപ്പോൾ ഇൻകം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവരുടെ ഇൻകം എന്റെ കയ്യിലാണ് അസസ് ചെയ്യപ്പെടുന്നതെങ്കിൽ എഗെയിൻ ഞാനൊരു അസസിയാണ്. നാലാമതായിട്ട് എവറി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. നമ്മളിനിപ്പോ ഇതിലൊന്നും പെടുന്നില്ല, പക്ഷെ ഏതെങ്കിലും സെക്ഷൻ പ്രകാരം നമ്മളെ അസസി ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ, ഡീംഡ് ടു ബി എന്ന് വെച്ചാൽ ആക്ച്വലി അല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു അസസി ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ചില കേസസിൽ നമ്മൾ നിർബന്ധമായിട്ടും ടാക്സ് ഡിഡക്ട് ചെയ്യണം അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യണം, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അസസി ഒന്നും ആവില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ മീത് ഇമ്പോസ് ചെയ്തതിനാൽ നമ്മൾ ചിലപ്പോൾ ഒരു അസസിയായി മാറി എന്നുണ്ടാവും. എന്താണ് ഈ ടാക്സ് TDS എന്നുള്ളത് നമ്മൾ ലേറ്റർ ഓൺ പഠിക്കും, നിലവിൽ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോ ബൈ ഡീഫോൾട്ട് നമ്മൾ അസസി ഒന്നും അല്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വന്നതിനാൽ നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യം വരണു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അസസിയായി മാറുകയാണ്. അപ്പോൾ നോർമലി അസസി അല്ല, പക്ഷെ ഏതെങ്കിലും ഒരു ആക്ടിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പ്രകാരം നമ്മളെ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ എഗെയിൻ നമ്മൾ ഒരു അസസിയായി മാറും. ആൻഡ് അസസീൻ ഡീഫോൾട്ട്. അസസീൻ ഡീഫോൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തില്ല, അപ്പോ ഇൻകം ടാക്സിന്റെ കണ്ണിൽ നമ്മൾ അസസീൻ ഡീഫോൾട്ട് ആണ്, അതായത് തെറ്റ് ചെയ്ത ഒരു അസസിയാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോ ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള ഒരാളാണ്, പക്ഷെ ഞാനത് അടച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അസസീൻ ഡീഫോൾട്ടായി മാറും. അതായത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അസസീൻ ഡീഫോൾട്ട് ആണ്. ഇപ്പൊ ടാക്സ് ഡിഡക്ട് ചെയ്യണമായിരുന്നു, നമ്മൾ ഡിഡക്ട് ചെയ്തില്ല, അത് അടച്ചില്ല, അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസസീൻ ഡീഫോൾട്ട് ആയിരിക്കും. അപ്പൊ എന്താണ് അസസി എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അസസി എന്ന് വെച്ചാൽ നമുക്ക് ഇൻകം ടാക്സിൽ അവര് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടേം ആണ് അസസി. അവരൊരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനോ ഒക്കെ പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് അസസി എന്നായിരിക്കും. അസസിയുടെ ബേസ് ചെയ്തിട്ടാണ് ഇൻകം ടാക്സിലെ എല്ലാ നിയമങ്ങളും ഉള്ളത്. അസസി എന്താന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തൊരു ഡെഫിനേഷൻ നമുക്ക് വരുന്നത് പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവാം, പക്ഷെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ മാത്രമല്ല വരുന്നത്. ഇൻഡിവിജ്വൽ വരും, HUF, കമ്പനി, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി, AJP. ഇതിലിപ്പോ ഇൻഡിവിജ്വൽ എന്താ, HUF എന്താ, കമ്പനി എന്താ, ഫേം എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. AOP, BOI പറഞ്ഞുതരാം. AOP എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. പേഴ്സൺസിൽ ആരൊക്കെ വരാം? ഇവരെല്ലാവരും വരാം. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും അസോസിയേഷൻ ആണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എല്ലാവരും ഉണ്ടാവണമെന്നില്ല, ഉള്ളവര്. ഇപ്പൊ ഒരു HUFും ഒരു കമ്പനിയും ഒരു ഫേമും കൂടിയിട്ട് ഒരു ബോഡി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആ പേരിൽ തന്നെ ഉണ്ട്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നു. അപ്പൊ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അവര് ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് തുടങ്ങിയതാവണമെന്നൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പ് ഫേം എന്ന് വേണമെങ്കിൽ വിളിക്കാലോ, ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിന് അങ്ങനെ പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് ഒന്നും ഉണ്ടാവണമെന്നില്ല. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പാരന്റ് അവരുടെ സ്വത്ത് ഭാഗം വെക്കാനായിട്ട് രണ്ട് മക്കളുടെ പേരിൽ എഴുതി വെക്കുകയാണ്. അപ്പൊ ചില സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവിടെ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു കോമൺ ട്രസ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യും. അപ്പൊ അവർ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ആയിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ പാരന്റിന്റെ ഇഷ്ടം കൊണ്ട് ചെയ്യേണ്ടി വന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നു. AOP എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. പിന്നെ ലോക്കൽ അതോറിറ്റി എന്താണെന്ന് അറിയാലോ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, എക്സെട്ര. ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതെ എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ ഒരു പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടെമ്പിൾസില് ഐഡൽസ്, ഇപ്പൊ നമ്മൾ ഗുരുവായൂർ ദേവസ്വം അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതെല്ലാം ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ ആണ്, നിയമത്തിന്റെ കണ്ണിൽ പേഴ്സൺ. ഓക്കെ, അപ്പൊ ഇവരെ എല്ലാവരെയാണ് ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു മീനിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇൻകം. ഇൻകം ടാക്സിൽ രണ്ട് വാക്കുകളിലെ ടാക്സ് എന്താന്ന് നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ. അടുത്തത് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇൻകം. അപ്പൊ ഇൻകം എന്നുള്ളതിനൊരു എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അവർ തന്നിട്ടുണ്ട്. അതിൽ ഇനിയും കാര്യങ്ങൾ വരാം, അതിൽ വരാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നിട്ടുള്ള ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആണെന്ന് ആരും വിചാരിക്കരുത്, അതിൽ ഇനിയും കാര്യങ്ങൾ വന്നേക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് ഇൻകം എന്ന് പറയുന്നത് ക്യാഷിലാവാം, കൈൻഡിലാവാം. നമ്മൾ പൊതുവെ ഇൻകം എന്ന് പറയുമ്പോൾ പൈസയെ കിട്ടിയാലാണ് ഇൻകം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയില്ല, ക്യാഷിൽ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇൻ കൈൻഡ് ആവാം. കൈൻഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ആയിട്ടോ ഒക്കെ കിട്ടുന്നതും ഇൻകം ആണ്. അപ്പൊ ക്യാഷിൽ കിട്ടിയാൽ മാത്രമാണ് ഇൻകം എന്ന് ഒരിക്കലും വിചാരിക്കരുത്.
പിന്നെ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു പെർമനന്റ് സോഴ്സിൽ നിന്നും കിട്ടുന്നത് മാത്രമാണ് ഇൻകം എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ഇപ്പൊ ലോട്ടറി അടിക്കണോ, എന്താ ദിവസം അടിച്ചോണ്ടിരിക്കോ? ഇല്ല, എപ്പോഴും അടിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ പെർമനന്റ് സോഴ്സ് ആവണം എന്നില്ല, എപ്പോഴെങ്കിലും കിട്ടിയാലും അതും ഇൻകം ആണ്. പിന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, capital receipt is not liable to tax unless specifically provided in the act, whereas revenue receipt is not exempted unless specifically provided in the act. Capital receipt versus revenue receipt. എന്താണ് capital receipt, എന്താണ് revenue receipt? ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് റെക്കറിങ് അല്ലാതെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു റെസീപ്റ്റ് ആണ്. നോർമലി സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റിലൂടെ കിട്ടുന്നതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് ഒരു കണ്ടിജൻസി വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, നമുക്ക് ആ വീട് വിൽക്കേണ്ടതായിട്ട് വരുന്നു. വീട് വിറ്റിട്ട് നമുക്കൊരു 40 lakhs കിട്ടി. അപ്പൊ അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. കാരണം നമ്മൾ ഡെയിലി വീട് വിറ്റോണ്ടിരിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിറ്റു, അങ്ങനെ നമുക്ക് പൈസ കിട്ടി, അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. റവന്യൂ റെസീപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ട്യൂഷൻ എടുക്കുന്നു. അപ്പൊ എനിക്ക് ഡെയിലി ട്യൂഷൻ എടുക്കുന്നതിന് മന്ത്ലി ആയിട്ടോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ടോ ഒക്കെ എനിക്ക് പൈസ കിട്ടുന്നു. ആ ഒരു ട്യൂഷൻ ഫീസ് കിട്ടുന്നത് എന്റെ റവന്യൂ റെസീപ്റ്റ് ആണ്. അപ്പൊ റവന്യൂ റെസീപ്റ്റ് എന്ന് വെച്ചാൽ റെക്കറിംഗ് ആയിരിക്കും. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് വെച്ചാൽ നോൺ റെക്കറിംഗ് ആയിരിക്കും, എപ്പോഴെങ്കിലും മാത്രം സംഭവിക്കുന്നതായിരിക്കും. റവന്യൂ റെസീപ്റ്റിന് ഒരു റവന്യൂ സോഴ്സ് ഉണ്ടായിരിക്കും, അത് റെക്കറിംഗ് ആയിട്ട് എപ്പോഴും നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ റെസീപ്റ്റ് നോർമലി എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ടാണ് കിട്ടാറ്. അത് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കില്ല, എപ്പോഴെങ്കിലും ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇപ്പൊ നോർമലി ക്യാപിറ്റൽ റെസീപ്റ്റ് ആണെങ്കിൽ ഇൻകം ടാക്സിൽ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ റെസീപ്റ്റ്സിന് മാത്രമേ ടാക്സബിലിറ്റി ഉള്ളൂ. അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. അതേസമയം റവന്യൂ റെസീപ്റ്റ്സ് ആണെങ്കിൽ എല്ലാ റവന്യൂ റെസീപ്റ്റ്സും ടാക്സബിൾ ആണ് അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ്. അതായത് സ്പെഷ്യൽ ആയിട്ട് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളതിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ. ബാക്കി എല്ലാ റവന്യൂ റെസീപ്റ്റ്സും ടാക്സബിൾ ആണ്. അതേസമയം ക്യാപിറ്റൽ റെസീപ്റ്റ്സ് പൊതുവെ എല്ലാം എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ആ ചാപ്റ്ററിൽ തന്നിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള ഹെഡിൽ തന്നിട്ടുള്ള ക്യാപിറ്റൽ റെസീപ്റ്റ്സ് മാത്രമായിരിക്കും ടാക്സബിൾ. ഇൻകം ഇൻക്ലൂഡ്സ് നെഗറ്റീവ് ഇൻകം. ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും അത് പോസിറ്റീവ് ആയിട്ടുള്ളതാണെന്ന്. അങ്ങനെയില്ല. ഇൻകം ഇൻക്ലൂഡ്സ് ലോസ്. ഈവൻ ലോസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ലോസ് വന്നാലും അതിനെയും നമ്മൾ കണക്കാക്കണം. പിന്നെ ആക്ട് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗൽ ഓർ ഇല്ലീഗൽ ഇൻകം. അപ്പൊ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ലീഗൽ സോഴ്സ് എന്നുള്ളതിന് മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. നിങ്ങൾ പേപ്പറിലും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെ റെയ്ഡ് നടത്തി, ഇവിടെ റെയ്ഡ് നടത്തി, ഇത്ര കോടി പിടിച്ചെടുത്തു, അതിന് ഇത്ര രൂപ ഗവൺമെന്റിലേക്ക് വരേണ്ട ടാക്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും ലീഗാലിറ്റി നോക്കുന്നില്ല, അവരെങ്ങനെയാണ് ആ പൈസ ഉണ്ടാക്കിയതെന്ന് നമ്മൾ നോക്കുന്നില്ല. ലീഗൽ സോഴ്സിലൂടെ ആണെങ്കിലും ഇല്ലീഗൽ സോഴ്സിലൂടെ ആണെങ്കിലും നമ്മൾ വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത ഉണ്ട്. അപ്പോൾ ആക്ട് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗൽ ഓർ ഇല്ലീഗൽ ഇൻകം. സെയിം ഇൻകം കനോട്ട് ബി ടാക്സ്ഡ് ട്വൈസ്. ഒരേ ഇൻകത്തിനെ 2 തവണ ടാക്സ് ചെയ്യാറില്ല. സേ ഫോർ എക്സാമ്പിൾ, ഒരാൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ അയാൾ ഇൻകം ഉണ്ടാക്കുന്നു, അത് അതിനുശേഷം ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഇന്ത്യയിലാണ് അവളുടെ ഫാമിലി ഉള്ളത്. അപ്പൊ ഇന്ത്യയിലേക്ക് പൈസ വരുമ്പോൾ എഗെയിൻ ആ എമൗണ്ട് നമ്മൾ ടാക്സ് ചെയ്യാറില്ല. കാരണം അത് അവിടെ ടാക്സ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ജസ്റ്റ് റെമിറ്റൻസ് മാത്രമേ ആവുന്നുള്ളൂ, അല്ലാതെ ഒരു പുതിയ സോഴ്സ് ഓഫ് ഇൻകം ആയി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് എഗെയിൻ ടാക്സ് ചെയ്യാറില്ല. അതേസമയം ഇവിടെ ഈ പൈസ കടന്നിട്ട് ബാങ്ക് അക്കൗണ്ടിൽ കടന്നിട്ട് അതിനെന്തെങ്കിലും ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവുകയാണെങ്കിൽ അവിടെ ജനറേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻകം ആണ്. ആ ഇൻട്രസ്റ്റ് ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സബിലിറ്റി വരും. അല്ലാതെ ഇനീഷ്യൽ റെമിറ്റൻസിന് ഒരിക്കലും ടാക്സ് വരില്ല. പിന്നെ അവാർഡ്സ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള അവാർഡ്സ് ഉണ്ട്. ചില തരത്തിലുള്ള അവാർഡ്സ് ഒക്കെ ടാക്സബിൾ ആണ്. അതേസമയം നമ്മൾ ഈ സോൾജേഴ്സിനൊക്കെ കൊടുക്കുന്ന വീരചക്ര അല്ലെങ്കിൽ പരംവീർ ചക്ര അങ്ങനെയുള്ളതിനൊക്കെ എക്സംഷൻ ഉണ്ടാവും. ഓക്കെ. അതേസമയം ഇപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡോ അങ്ങനെ വല്ല ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അവാർഡൊക്കെ ഇൻകം ആയിട്ട് എടുത്ത് അതിനും ടാക്സബിലിറ്റി ഉണ്ട്. എംബസൽമെന്റ് എന്ന് വെച്ചാൽ സത്യത്തില് കക്കലിനെയാണ്, അതായത് തെഫ്റ്റിനെയാണ് എംബസൽമെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ക്യാഷ് റൊട്ടേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ പൈസ കക്കുന്നതിനാണ് എംബസൽമെന്റ് എന്ന് പറയുക, ചെറിയ രീതിയിൽ കക്കുന്നത്. അപ്പൊ എംബസൽ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് സബ്സിഡി ആണ്. സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനൊന്നും ടാക്സ് ഇല്ല, അത് എക്സംപ്റ്റഡ് ആണ്. അടുത്തതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ഹെഡ്സ് ഓഫ് ഇൻകം. അപ്പൊ ഇൻകം എന്താന്നുള്ളത് പഠിച്ചു. നമ്മൾ ഏത് രീതിയിൽ ഇൻകം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിലും ആ ഇൻകത്തിനെയൊക്കെ നമുക്ക് 5 ഹെഡിലായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ 5 ഹെഡും നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ അപ്പൊ പഠിക്കും. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്,
ഇൻകം ഫ്രം സാലറി, 2 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, 3 പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, 4 ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, 5 ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പൊ ഏത് വരുമാനമാണെങ്കിലും ഈ 5 ഹെഡിലും നമുക്ക് പെടുത്താൻ പറ്റും. ഓരോ ഹെഡിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് റെസ്പെക്റ്റീവ് ഹെഡ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ നിലവിൽ 5 ഹെഡാണെന്ന് മനസ്സിലാക്കുക. ഇൻകം ഫ്രം സാലറി, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. അടുത്ത ടോപ്പിക് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ 5 ഹെഡിലെയും ഇൻകം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ അഡ്ജസ്റ്റ്മെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നു. സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും എന്താന്നുള്ളത് എഗെയിൻ നമുക്ക് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. നിലവിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രം പഠിച്ചു വെക്കൂ. അപ്പോൾ 5 ഹെഡിലുള്ള ഇൻകം അതിന്റെ കൂടെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ അഡ്ജസ്റ്റ്മെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നു. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ചാപ്റ്റർ 6 പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം ഒക്കെ വെച്ച് ചെയ്യാനുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പഠിക്കുന്നതായിരിക്കും. നിലവിൽ ഈ ഡെഫിനിഷൻസ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? 5 ഹെഡുകളിലെയും ഇൻകം ആഡ് ചെയ്തിട്ട് അതിനോടൊപ്പം സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ചാപ്റ്റർ 6 പറഞ്ഞിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ്, അതായത് നമ്മുടെ LIC, മെഡിക്കൽ ഇൻഷുറൻസ്, ട്യൂഷൻ ഫീസ്, എക്സെട്ര കുറെ ഡിഡക്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ആണെങ്കിലും ടാക്സ് ആണെങ്കിലും എപ്പോഴും നമ്മൾ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5555 അതാണ് എന്റെ ഇൻകം എന്നുണ്ടെങ്കിൽ ഞാൻ 5555 എന്നല്ല എഴുതേണ്ടത്, 5560 എന്ന് എഴുതണം. അതായത് 5 അല്ലെങ്കിൽ 5ന്റെ എബോവ് വരികയാണെങ്കിൽ അത് നെക്സ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണം. അപ്പൊ 55 എന്ന അവസാനം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 എന്ന് പറയുന്നത് 60 ആണ്. 55 കഴിഞ്ഞാൽ പിന്നെ നിയറസ്റ്റ് 10 ഏതാണ്? 60 ആണ് അല്ലെ. 55 താഴെയാണെങ്കിലോ അതിന് മുന്നത്തേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ 50 എന്നെടുക്കും. 55നെ താഴോട്ട് എടുക്കുമ്പോൾ 50 എന്നെടുക്കും. അപ്പൊ ടോട്ടൽ ഇൻകം ആണെങ്കിലും ടാക്സ് ആണെങ്കിലും നിയറസ്റ്റ് 10ലേക്ക് എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്യണം. അത് എക്സാമിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിട്ടുപോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. പലരും തെറ്റിക്കാറുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ടോട്ടൽ ഇൻകം ഒക്കെ കണ്ടുപിടിച്ചെഴുതും. അത് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ നമ്മൾ വിട്ടുപോകും. അപ്പൊ അതൊരിക്കലും വിടരുത്. ഈവൻ പൈസ ഉണ്ടെങ്കിലും അതും വെച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റിൽ എന്തായാലും നെക്സ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. പിന്നെ ടാക്സും അതുപോലെ തന്നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ ആദ്യം ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക, അത് നിയറസ്റ്റ് 10ലേക്ക് ആക്കുക. അതിനുശേഷം ടാക്സ് കണ്ടുപിടിക്കുക, അതും നിയറസ്റ്റ് 10ലേക്ക് ആക്കുക. എന്നാലേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്കിപ്പോ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാം ആണെങ്കിൽ എപ്പോഴും നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ വരാം. കാരണം നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത ആൻസറും അതിലുണ്ടാവാം, ഇല്ലാത്ത ആൻസറും ഉണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തെറ്റായിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. ഡൈവേർഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം. ഡൈവേർഷൻ ഓഫ് ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇൻകം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ പൈസ വേറൊരാൾക്ക് കൈമാറുകയാണെങ്കിൽ, ഒരു ഒബ്ലിഗേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിനെയാണ് ഡൈവേർഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതായത് പൈസ നമ്മുടെ കയ്യിൽ വരുന്നേ ഇല്ല, അതിന് മുന്നേ തന്നെ അതൊരു ഒബ്ലിഗേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നു. അതിന് ഡൈവേർഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നു. അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയ ശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതാണ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം. ഇപ്പൊ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം നമ്മൾ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയ ശേഷം നമ്മൾ ലോൺ അടയ്ക്കുന്നു, അത് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആണ്. അതേസമയം ഡൈവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്തുന്നേ ഇല്ല, അതിന് മുന്നേ തന്നെ അത് റൂട്ട് മാറി പോവാണ്, അല്ലെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരണോ. അതിനൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാനും വേറൊരാളും കൂടെ ഒരു ബുക്ക് എഴുതി. ഓക്കെ, ഒരു ബുക്ക് എഴുതി. അപ്പൊ ആ ബുക്ക് എഴുതിയതിനുള്ള പൈസയായിട്ട് എനിക്ക് ഒരു 1000 രൂപ തന്നു. അതിൽ 500 റുപ്പീസ് ആണ് എനിക്കുള്ളത്, 500 മറ്റേ ആൾക്കുള്ളതാണ്. അപ്പൊ ഇതിൽ ഒരു 500 എനിക്കുള്ളത് ഞാൻ എടുക്കും, പക്ഷെ മറ്റേ 500 അത് മറ്റേ ആൾക്ക് ഞാൻ കൊടുക്കും. അപ്പൊ അത് ഡൈവേർഷൻ ഓഫ് ഇൻകം ആണ്. എനിക്ക് 1000 രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ 500 റുപ്പീസ് മാത്രമാണ് എന്റെ ഇൻകം, മറ്റേ 500 എന്റെ അല്ല. അതൊരിക്കലും എന്റെ ടാക്സ് ചെയ്യാനും പറ്റില്ല. അതാണ് ഡൈവേർഷൻ ഓഫ് ഇൻകം
അപ്ലിക്കേഷൻ ഓഫ് ഇൻകം. അപ്പൊ നമ്മളിപ്പോ ഇൻകം ടാക്സിലെ ബേസിക്സ് ആണ് പഠിച്ചു വന്നത്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചു വന്നത്. എന്തൊക്കെയാണ്? എന്താണ് ടാക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സ് എന്തൊക്കെയാണ്, ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ടാക്സസ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോസ്, എങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത്, പിന്നെ ഇൻകം ടാക്സ് ലോ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും, പിന്നെ മെയിൻ ആയിട്ടുള്ള നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ എന്താണ്, ഫിനാൻഷ്യൽ ഇയർ എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണ്, പേഴ്സൺ എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ട് ആ ചാർജിങ് സെക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. അതായത് പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി ഏൺ ചെയ്യുന്ന ഇൻകം, ഒരു പേഴ്സൺ ഏൺ ചെയ്യുന്ന ഇൻകം അസസ്മെന്റ് ഇയറിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക. അതാണ് ചാർജിങ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. ആൻഡ് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷെ അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? പിന്നെ അസസ് ആരാണ്, പേഴ്സൺ ആരാണ്, ഇൻകം എന്താണ്, ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്, എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം, എന്താണ് ടോട്ടൽ ഇൻകം, പിന്നെ റൗണ്ടിങ് ഓഫ് ടോട്ടൽ ഇൻകം, അതുപോലെ ടാക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, പറഞ്ഞു തരാം. ഓക്കെ, ഓരോ ദിവസവും എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ച് പോവുക. ഒന്നിലും ലാഗ് വരുത്തരുത്. നല്ല കുട്ടികളായി പഠിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സും എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.